ഈ മനുഷ്യൻക്ക് എവിടുന്ന ഒരു മാന്ത്രിക പെയിന്റ് ബ്രഷ് കിട്ടുന്നു. ശേഷം അയാൾ ഒരു പേപ്പർ എടുത്തിട്ട് കാഷ്വലായിട്ട് അതിലൊരു ആപ്പിൾ വരച്ചു. അടുത്ത നിമിഷം തന്നെ കണ്ടാൽ ഒറിജിനൽ ആണെന്ന് തോന്നുന്ന ഒരു ആപ്പിൾ പേപ്പറിൽ നിന്ന് വീഴുന്നു. അത് വ്യാജമാണെന്ന് കരുതിയിട്ട് അയാൾ അതൊരു കടി കടിച്ചു. ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കിയതും അയാളാകെ ഷോക്കായിട്ട് വേഗം പോയി തന്റെ ഫ്രണ്ടിനോട് കാര്യം പറഞ്ഞു. എന്നാൽ ആ സുഹൃത്ത് അത് വിശ്വസിച്ചില്ല. മാത്രമല്ല അവന് വിടൽ വിട്ടതിന് അവൻക്കൊരു ചവിട്ടും കൊടുത്തു. ഉടനെ തന്നെ ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവൻ ഒരു കടലാസിൽ 10,000 ഗ്രാം ഭാരമുള്ള ഒരു സ്വർണ്ണ നാണയം വരച്ചു. അടുത്ത നിമിഷം തന്നെ പേപ്പറിൽ ഒരു വലിയ സ്വർണ്ണ നാണയം പ്രത്യക്ഷപ്പെട്ടു. ഈ ഒരു സീൻ കണ്ടതിനു ശേഷം അവന്റെ ഫ്രണ്ടിന്റെ മനസ്സിൽ ഒരു വലിയ ഐഡിയ തോന്നി. അവനോട് 200 മില്യൺ പണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഉടനെ അവൻ പേപ്പറിൽ എഴുതിയതും തൽഫലമായി അടുത്ത നിമിഷം തന്നെ പണം പ്രത്യക്ഷപ്പെട്ടു. ആ വീടിന് പോലും ആ പണം താങ്ങാൻ കഴിഞ്ഞില്ല. പണം ഒഴുകി റൂം ഫുള്ള് നിറഞ്ഞു. അങ്ങനെ അയാൾ ഒരു വലിയ പണക്കാരനായ ശേഷം 40 മില്യൺ വില മതിക്കുന്ന ഒരു CBU വില്ല വാങ്ങാനായി ഒരുങ്ങുന്നു. സെയിൽസ് ഓഫീസിലെ എംപ്ലോയീസ് എല്ലാം ഇത് കണ്ട് ആകെ അന്തം വിട്ടു. ഇത്രയും വലിയ തുക അവർ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ഇവരുടെ ഇത്രയും ധാരാളം പണം കാരണം ബിൽ കൗണ്ടറുകൾ പോലും തകരാറിലായി. അങ്ങനെ അയാൾ വലിയ പണക്കാരനായ ശേഷം വലിയ മിൻകോട്ടൊക്കെ ധരിച്ച് വലിയ ആളായി വരുവാണ്. അവന്റെ ബോഡി ഗാർഡ്സ് എല്ലാം അവർക്ക് ചൂടിനെ വെല്ലാൻ മൊബൈൽ എയർ കണ്ടീഷനുകൾ സ്ഥാപിച്ചു. പിന്നീടാണ് അവർ ചിലവഴിച്ച 4 കോടി രൂപ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടത് പോലീസ് മനസ്സിലാക്കുകയും ഉടനെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ആ മനുഷ്യൻ ആ മുഴുവൻ പണവും എന്റെ സ്വന്തമാണെന്നും അത് ഞാൻ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞപ്പോൾ അവന്റെ കഥകളൊന്നും പോലീസ് വിശ്വസിച്ചില്ല. പിന്നെ പോലീസ് അവനോട് എന്നാൽ എനിക്കൊരു ഫെരാറി വേണമെന്ന് ആവശ്യപ്പെട്ടു. തരാൻ പറ്റുമോ സെക്യൂർ ബൈക്ക് എന്ന് ചോദിച്ചു. എന്നാൽ തൽഫലമായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവിടെ ഒരു ഫെരാറി പ്രത്യക്ഷപ്പെട്ടു. ഗൈസ്, നിങ്ങൾക്ക് ഈ ബ്രഷ് കിട്ടുവാണെങ്കിൽ എന്തായിരിക്കും വരക്കുക? ഒന്ന് കമന്റ് ചെയ്യണേ.